നമസ്കാരം, അമൃതാണ്. തുടക്കത്തിൽ ഇതിൻ്റെ ഈ നായകൻ മാത്രമായിട്ടാണ് നിന്ന് മുന്നോട്ട് പോകുന്ന ഒരു സന്ദർഭത്തിൽ ഇദ്ദേഹത്തിനെ കൊണ്ട് മാത്രം, അല്ലെങ്കിൽ പുള്ളി നന്നായിട്ട് അഭിനയിക്കുന്ന ഒരു ആക്ടറാണ്, പക്ഷേങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇത് ഒറ്റയ്ക്ക് നിൽക്കുമോ എന്ന് നമുക്ക് തോന്നിപ്പോയി. പക്ഷേ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് സിനിമ വേറൊരു സ്ഥലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അവിടെ നിന്ന് പിന്നെ ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ വന്ന ആ സിനിമയ്ക്ക് എങ്ങനെ അതിനെ മുന്നോട്ട് ഒരു ഫൺ എലിമെൻറ്റിൽ കൊണ്ടുപോകണമെന്നുള്ള അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിനകത്ത് പൃഥ്വിരാജിൻ്റെ ഒരു ബോഡി സ്ട്രക്ചറും ആ ഒരു അപ്പിയറൻസൊക്കെ ഉള്ളൊരു ആക്ടറുണ്ട്. ആളിതിനകത്തൊരു നെഗറ്റീവ് ഷെയ്ഡിലാണ്, പക്ഷേ എങ്കിലും ആൾ നന്നായിട്ടത് ചെയ്തിട്ടുണ്ട്. കാരണം ഈ കോമഡിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരാളൊന്ന് പാളിയാൽ മതി സംഭവം ഒരുപാട് പേരുടെ എഫേർട്ട് വെറുതെ ആവുന്നത് പോലെ നമുക്ക് പ്രേക്ഷകർക്ക് തോന്നും. എന്നാൽ ഇതിനകത്ത് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. വളരെ വെൽ സിങ്ക്രണൈസ്ഡ് ആയിട്ട് ഈ ഒരു മൂവി തുടക്കം മുതൽ അവസാനം വരെ ഒരു യാത്ര പോലെ അങ്ങനെ പോകുന്നുണ്ട്. കുറച്ച് വൈകിപ്പോയി, കാരണം ഇതിപ്പോൾ ഏതാണ്ട് റിലീസായിട്ട് 2 ആഴ്ച അടുപ്പിച്ചായെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ഇപ്പോഴും ഹൗസ്ഫുള്ളാണ്. ഞാൻ ഇരുന്ന തിയേറ്ററിനകത്ത് കംപ്ലീറ്റ് ആളായിരുന്നു. അതും ഈ സിനിമയുടെ സന്ദർഭങ്ങൾക്ക് അനുയോജ്യമായിട്ട് നമ്മുടെ സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള കുറേ കോമഡികളും കൂടെ ഇതിനകത്ത് അങ്ങോട്ട് ബ്ലെൻഡ് ആകുമ്പോൾ, അതായത് നമ്മളിപ്പോൾ ഫോണെടുത്ത് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ റീൽസോ ഒക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കേട്ട് തഴമ്പിക്കുന്ന കുറേ കോമഡികളുണ്ട്. അത്തരത്തിലുള്ള കോമഡീസ്, അതായത് നമ്മൾ കേട്ട് ഇപ്പോഴും നമ്മൾ ഓർത്തിരിക്കുന്ന കോമഡികളെയും കൂടെ ഇതിനകത്ത് അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സന്ദർഭത്തിനനുസരിച്ച് അതിനനുസൃതമായിട്ട് ഇതിനകത്ത് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അത് സൂപ്പറായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതുവരെ ആരും ട്രൈ ചെയ്തിട്ടില്ലെന്നല്ല, ഇപ്പോഴത്തെ സിനിമകളിലൊക്കെ ഇതെല്ലാം കണക്റ്റഡായി വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ ഒരു സിനിമയ്ക്കകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ചില എക്സ്പെരിമെൻ്റൽ കോമഡീസ് ഓസം, ടോപ്പ് നോച്ച്. അതായത് ആ രംഗങ്ങൾ നമ്മളിപ്പോൾ കാണുന്ന പല മലയാള സിനിമകളിലും ഒരു രംഗം ഓർത്ത് നമ്മളെ കൊണ്ട് ചിരിക്കാൻ പറ്റത്തില്ല. അപ്പോഴാണ് നമ്മൾ പഴയ സിനിമകളുടെ ഒരു വാല്യൂ മനസ്സിലാക്കുന്നത്. പണ്ട് മോഹൻലാലും അതുപോലെ ശ്രീനിവാസനും ഒക്കെ അഭിനയിച്ചിരുന്ന ആ സംഭവങ്ങളൊക്കെ നമ്മളിപ്പോഴും ഓർത്താൽ നമുക്ക് ചിരി വരും. എന്നാൽ അതുപോലെ ഓർത്ത് ചിരിക്കത്തക്ക വിധത്തിലുള്ള കുറേ സന്ദർഭങ്ങളെ കൂട്ടിയിണക്കെയാണ് ഈ ഒരു സിനിമ പോകുന്നത്. അതിനിടയിൽ ഒരു ലവ് സ്റ്റോറി അതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ഒരു 100% എൻ്റർടൈൻ. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ ഏറ്റവും അധികം തിയേറ്ററിനകത്ത് ആസ്വദിച്ചിരുന്ന് ചിരിച്ചത് രോമാഞ്ചത്തിലായിരുന്നു. എന്നാൽ അതിനുശേഷം ഇത്രയും കോമഡിയുള്ളൊരു മൂവി ഞാൻ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് നമുക്ക് ഫാമിലി ആയിട്ട് കൊച്ചു കുട്ടികളെ പോലും കൊണ്ടുപോയിരുന്ന് കാണിക്കത്തക്ക വിധത്തിലുള്ളൊരു സിനിമ. ഈ സിനിമയെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. ഒരു നല്ല ഫൺ ഫിൽഡ് ആയിട്ടുള്ളൊരു മൂവി. നമ്മളൊരു ഫാമിലി ആയിട്ടൊരു പ്യുവർ എൻ്റർടൈൻമെൻറ്റ് ആസ്പെക്റ്റിലൊരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഈ മൂവി മിസ് ചെയ്യരുത്. അതും തിയേറ്റർ വാച്ചാണ്. കാരണം നമുക്ക് ആ ബിഗ് സ്ക്രീനിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത്, അതായത് ഇതിൻ്റെ സർഫേസ് ലെയറിലുള്ള കോമഡികൾക്കൊപ്പം ഇതിൻ്റെ ഒരു ബിഹൈൻഡ് കുറച്ച് പിന്നിൽ നിന്നുള്ള കുറേ ഇൻഫ്ലുവൻഷ്യൽ കോമഡീസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് അത്രയും നല്ല പ്രിസൈസായിട്ട് കേട്ടതങ്ങനെ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു മാസ് ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്നത് അങ്ങനെ കൈയൊക്കെ അടിച്ച് അതങ്ങനെ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും തിയേറ്ററിൽ തന്നെ ഈ ഒരു സിനിമ പോയി കാണണം. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. തിയേറ്ററിൽ പോയിരുന്ന അത്രയും മനസ്സറിഞ്ഞങ്ങനെ ആസ്വദിച്ച് ചിരിച്ചതുകൊണ്ട് തന്നെ ഈ മൂവിക്ക് ഞാൻ ഔട്ട് ഓഫ് 10 IMDbയിൽ ഫുൾ റേറ്റ് ചെയ്യാണ്, 10 റേറ്റ് ചെയ്യാണ്. കാരണം ഇങ്ങനെയുള്ള സിനിമകളാണ് നമുക്ക് കൂടുതൽ ഉണ്ടാകേണ്ടത്. അപ്പോൾ എന്തായാലും അടുത്ത ഞാൻ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം, അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. 2017 പേര് തപ്പിയിട്ട് കിട്ടുന്നില്ല. ഷമീർ എന്ന കണ്ടാണ് ഞാൻ കേട്ടത്. ഓക്കെ, ഇദ്ദേഹത്തിനെ കുറിച്ച് ഒരു 2 വാക്ക് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഒരു വർക്കലക്കാരനായിട്ട് ജീവിക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഈ ഒരു സിനിമയ്ക്കകത്ത് ഈ ഒരു ചൂരൽ എന്ന് പറയുന്ന ആ ഒരു കോംബോ, 2 പേരുടെയും പേരെനിക്കറിയത്തില്ല, എൻ്റെ നാട്ടുകാരാണ്. ഞാൻ ചിലപ്പോഴൊക്കെ ഇവരുടെ മുഖം വർക്കലയിൽ കാണാറുള്ളതാണ്. അതിനുപരി അവരുടെ ചൂരൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. സിമ്പിൾ സാധനങ്ങൾ വെച്ചിട്ടുള്ള അവരുടെ എക്സ്ട്രീം കോമഡി, അതായത് ഭയങ്കര സംഭവങ്ങൾ വളരെ നിസ്സാരമായിട്ട് ചെയ്യുന്ന. അപ്പോൾ ഈ സിനിമയ്ക്കകത്തും ഷമീർ മാത്രമല്ല, അങ്ങനെയുള്ള പുതിയ മുഖങ്ങൾ ഒരുപാടുണ്ട്. അവരൊക്കെ നന്നായിട്ടത് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെയും ശരിക്കും ഹാറ്റ്സ് ഓഫ് ടു ദ ഡയറക്ടർ. പൊതുവെ സോഷ്യൽ മീഡിയയിൽ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സായിട്ട് നിൽക്കുന്നവർക്ക് ഒരു സിനിമയിലോട്ട് കയറുമ്പോഴത്തേക്ക് അവർക്ക് അതെന്തോ ഒരു വലിയ സംഭവമാണെന്നുള്ളൊരു തോന്നൽ കൊണ്ട് തന്നെ ചെറിയ അപാകതകളൊക്കെ തോന്നും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇദ്ദേഹം ഒരു ത്രൂ ഔട്ട് മൂവിയിൽ അഭിനയിക്കുന്ന ഒരു നല്ല അഭിനേതാവ് എങ്ങനെ കോമഡി ചെയ്യും എന്നുള്ള ആ ഒരു ഭയങ്കര കോൺഫിഡൻസ് ലെവലിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അത് ഇതിനകത്ത് നല്ല പീക്ക് കോമഡി വരുന്ന കുറേ നല്ല അവസാനത്തെ രംഗങ്ങളായിരുന്നാലും അങ്ങനെ ഇതിനകത്ത് നല്ല പീക്കിൽ നിൽക്കുന്ന കോമഡി, അങ്ങനെ പീക്കിൽ നിൽക്കുന്ന അവസരങ്ങളിലൊക്കെ ഇദ്ദേഹവും അതിൻ്റെ ഒരു ഭാഗമാണ്. ഇത്ര നല്ല സ്പോണ്ടേനിയസ് ആയിട്ട് ഭയങ്കര നാച്ചുറലായിട്ട് അദ്ദേഹം കോമഡി രംഗങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വർക്കലക്കാരൻ എന്നുള്ള നിലയിൽ ഭയങ്കര പ്രൗഡായിട്ട് തോന്നി. അപ്പോൾ ശരിക്കും ഒരു ഹാറ്റ്സ് ഓഫ് ഉണ്ട് എൻ്റെ നാട്ടുകാരനായിട്ടുള്ള ഷമീറിന്.